തലയ്ക്ക് 1 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിരുന്ന കൊടും ക്രിമിനൽ മാവോയിസ്റ്റ് നേതാവ് സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു. ഒഡീഷയിലെ കാണ്ടമല്ലിലാണ് സംഭവം കഴിഞ്ഞ ദിവസം നടന്നത്. ആന്ധ്രാക്കാരനായ പാക ഹനുമന്ത എന്ന 69കാരൻ ഈ CPI മാവോയിസ്റ്റ് എന്ന സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് ഇയാൾ. ഈ ഒഡീഷയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നയാളാണ് ഈ പാക ഹനുമന്ത. 69കാരൻ വധിക്കപ്പെട്ടത്. ഇയാൾ വലിയ തലവേദനയാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് സുരക്ഷാ സേനകൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. 2007-ലും 2010-ലും ഒക്കെ നിരവധി ഓപ്പറേഷനുകളിലൂടെ കോൺഗ്രസ് നേതാക്കളെ അടക്കം കൊലപ്പെടുത്തുകയും നിരവധി സുരക്ഷാ സേനകളെ നശിപ്പിക്കുകയും സുരക്ഷാ സേനാംഗങ്ങളെ കൊല്ലുകയും ഒക്കെ ചെയ്ത ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പാക ഹനുമന്ത. ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. അതിനുശേഷം ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്തായാലും നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഈ പാക ഹനുമന്ത. ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഗണേഷ്, ചമ്രു എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിലാണ് ഈ പാക ഹനുമന്ത വധിക്കപ്പെട്ടത്. ഈ കാണ്ടമല്ലിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ ആകെ 6 പേർ വധിക്കപ്പെട്ടു. ഇയാളോടൊപ്പം ഒരു പുരുഷനും 2 സ്ത്രീകളും കൂടി ഉണ്ടായിരുന്നു. അവരും വധിക്കപ്പെട്ടു എന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോഴത്തെ തെലങ്കാന, പഴയ ആന്ധ്രാപ്രദേശിലെ നൽഗൊണ്ട സ്വദേശിയാണ് ഈ പാക ഹനുമന്ത. ഇയാളുടെ തലയ്ക്ക് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ദീർഘകാലമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്ന പാക ഹനുമന്ത. മാത്രമല്ല ഇയാൾ CPI മാവോയിസ്റ്റിന്റെ സദേൺ റീജിയണൽ ബ്യൂറോയുടെ ഏക അംഗവും കേന്ദ്ര റീജിയണൽ ബ്യൂറോയുടെ അംഗവുമാണ്. 2013-ൽ ഛത്തീസ്ഗഡിലെ ജീരം ഘാട്ടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹന വ്യൂഹത്തിന് നേരെ ബോംബാക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയ ആ കേസിലെ പ്രതിയാണ് ഇയാൾ. അത് മാത്രമല്ല 2010-ലെ ദന്തേവാഡ ആക്രമണം, അത് ഉൾപ്പെടെ നിരവധി, നമുക്കറിയാം സുരക്ഷാ സേന CRPF-ന്റെ ഭടന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ വളഞ്ഞ് അവരെ ആക്രമിച്ച് നിരവധി പേരെയാണ് കൊലപ്പെടുത്തിയത്. 72-ലധികം CRPF ഭടന്മാർ ജനങ്ങൾക്ക് സുരക്ഷയേകാൻ പോയ, സമാധാനവും ശാന്തിയും മടക്കിക്കൊണ്ടുവരാൻ പോയ ആ സുരക്ഷാ സേനയിലെ അംഗങ്ങളെയാണ് ഇവർ അന്ന് കൊലപ്പെടുത്തിയത്. ആ കേസിലടക്കം പ്രതിയാണ്. എന്ന് മാത്രമല്ല ഈ പോലീസിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് പോലീസ് നിരന്തരം ശ്രമിച്ചു വരികയാണ് ഇയാളെ പിടികൂടാൻ. എന്നാൽ ഇയാൾ ഒളിത്താവളങ്ങൾ, കാടുകൾക്കുള്ളിലെ ഒളിത്താവളങ്ങൾ മാറി മാറി സഞ്ചരിച്ച് ഈ ആദിവാസികളെ ഭീഷണിപ്പെടുത്തി അവരെ വരുതിക്ക് നിർത്തി രഹസ്യ താവളങ്ങളിൽ മാറി മാറി താമസിച്ച് വരികയായിരുന്നു. എന്തായാലും ഒഡീഷ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഡിസ്ട്രിക്ട് വോളണ്ടറി ഫോഴ്സ് എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് പാക ഹനുമന്ത വധിക്കപ്പെട്ടത്. ഈ കണ്ടമല്ലിലെ ചമ്രപാട് വനമേഖലയിൽ മാവോയിസ്റ്റ് സംഘത്തെ കണ്ടെത്തി എന്നൊരു വിവരം ലഭിച്ചിട്ട് അവിടെ സേനയുടെ സംയുക്ത നീക്കമുണ്ടായി. അങ്ങനെ അവിടെ പരിശോധനയ്ക്ക് ചെന്നപ്പോഴാണ് ഇവർ വെടിയുതിർത്തത്. തുടർന്ന് ഏറ്റുമുട്ടൽ നടക്കുകയും പാക ഹനുമന്ത അടക്കമുള്ളവരെ നമ്മുടെ ഈ സുരക്ഷാ സേന വധിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2026 മാർച്ച് 31-ന് മുമ്പ് ഈ ഇന്ത്യയെ, ഭാരതത്തെ മാവോയിസ്റ്റ് മുക്തമാക്കും എന്ന പ്രതിജ്ഞ എടുത്തിരുന്നു. ആ പ്രതിജ്ഞയുടെ ഭാഗമായി വളരെ കൃത്യമായിട്ട് നമ്മുടെ സുരക്ഷാ സേന, അർദ്ധസൈനിക വിഭാഗം, കേന്ദ്ര സേന ഒക്കെ പ്രവർത്തിച്ചു പോരുകയാണ്. ഈ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പോലീസും വളരെ കൃത്യമായിട്ട് ഇവരോട് സഹകരിച്ചിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇവരെ പിടികൂടാനോ വധിക്കാനോ സാധിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു വളരെ
പ്രഗത്ഭനും പ്രസിദ്ധനും വളരെ അപകടകാരിയുമായ മറ്റൊരു നേതാവ് ഇതുപോലെ സുരക്ഷാ സേനയുടെ കൈകൊണ്ട് വധിക്കപ്പെട്ടിരുന്നു. ഏതാണ്ട് ഇന്ത്യയുടെ വലിയൊരു പ്രദേശം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്ര തുടങ്ങിയ ആ സംസ്ഥാനങ്ങളിലെ വലിയ ഒരു ഭൂപ്രദേശത്തെ നക്സൽ മുക്ത, മാവോ മുക്ത മേഖലയാക്കി മാറ്റാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ചു പ്രദേശത്ത് മാത്രം, ഏതാണ്ട് 2-3 ജില്ലകളിലേക്ക് മാത്രം അവരുടെ പ്രവർത്തനം ഒതുങ്ങിയിരിക്കുകയാണ്. അതും താമസമിന. ഇനി വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ അതും ഇല്ലാതാകും. അതോടെ ഭാരതം സമ്പൂർണമായിട്ടും മാവോ നക്സൽ മുക്ത രാഷ്ട്രമായി മാറും. അമിത്ഷായുടെ പ്രതിജ്ഞ നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സുരക്ഷാ സേനകൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. അവരുടെ സേവനം അത്ര മഹത്തരമാണ് ഈ കാര്യത്തിൽ. ഇത് മാത്രമല്ല, നമ്മുടെ നഗരങ്ങളിൽ താമസിച്ചുകൊണ്ട് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ മാവോ വേട്ടയ്ക്കെതിരെ, നക്സൽ വേട്ടയ്ക്കെതിരെ നിരന്തരം തൂലിക ജലിപ്പിക്കുന്ന, നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അർബൻ നക്സലുകളുണ്ട്. ഈ സാഹിത്യകാരന്റെയും സാമൂഹ്യ പ്രവർത്തകന്റെയും ഈ പറഞ്ഞതുപോലെ മനുഷ്യാവകാശ സംഘടനകളുടെയും ഒക്കെ പേരിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈ അർബൻ നക്സലുകൾ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതും ഒട്ടൊക്കെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലരും ഇന്ന് ഇരുമ്പഴികൾക്കുള്ളിലാണ്. അവർക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. കേസുകൾ നടന്നു വരുന്നു, വിചാരണകൾ നടന്നു വരുന്നു. അതും ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ. ഈ നക്സൽ മാവോ മുക്ത രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ ഇനി ഈ വിഷവിത്ത് ഈ മണ്ണിൽ വീഴാനോ ഇവിടെ മുളച്ചു പൊന്താനോ പാടില്ല. അതുകൊണ്ട് അത്തരം വിഷവിത്തുക്കൾ ഈ മണ്ണിലേക്ക് വിതറാതിരിക്കാൻ, ഈ മണ്ണിൽ അതിന് ഇടം കൊടുക്കാതിരിക്കാൻ വേണ്ടുന്ന സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നാനാ തലങ്ങളിലുള്ള മാവോ വേട്ട, നക്സൽ വേട്ട അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു നക്സലൈറ്റ് പോലും, ഒരു മാവോയിസ്റ്റ് പോലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും ആ സർക്കാരിനെ അനുസരിക്കുന്ന പോലീസ് സംവിധാനവും ഉണ്ടെങ്കിൽ ഏത് അക്രമത്തെയും, ഏത് കൊള്ളരുതായ്മയെയും, ഏത് കുറ്റകൃത്യത്തെയും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും, അടിച്ചമർത്താൻ കഴിയും. കുറ്റവാളികൾക്ക്, പ്രതികൾക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്ന് ഈ ഒരു സംഭവം തെളിയിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. 2026 മാർച്ച് 31 അമിത്ഷാ പ്രഖ്യാപിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രഖ്യാപിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരിക്കും ആ പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ത്യ, ഭാരതം നക്സൽ മുക്ത, മാവോയിസ്റ്റ് മുക്ത രാഷ്ട്രമായി മാറി എന്ന്.